സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് മാഡം. ഇവിടുന്ന് നിങ്ങൾ ആരെ അറസ്റ്റ് ചെയ്തോണ്ട് പോവില്ല. ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. സർ, ഇവിടെ വെച്ച് ഈ അറസ്റ്റ് ഒഴിവാക്കണം. മൺഡേ ഞങ്ങൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തു. ഞാനിപ്പോ അറസ്റ്റ് ചെയ്യാതെ പോയാൽ പോലീസ് കൈക്കൂലി വാങ്ങി അറസ്റ്റ് ഒഴിവാക്കിയെന്ന് പറഞ്ഞ് പാർട്ടിക്കാർ ബഹളം തുടങ്ങും. ഞാൻ എന്തിനാ വെറുതെ പുലിവാല് പിടിക്കുന്നത്? ഞാനിപ്പോ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ പിന്നെ ജാമ്യത്തിൽ ഇറക്കുവോ ഇറക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ആയിക്കോ. അബേ, മാറി നിൽക്കും. അമ്മേ, ഇത് മനഃപൂർവ്വം അപമാനിക്കില്ല. എന്താണെങ്കിലും ഈ മുറ്റത്ത് വെച്ച് ഒരു വാക്ക് തർക്കം വേണ്ട. നിങ്ങൾ ഡ്യൂട്ടി ചെയ്തോളൂ. അറസ്റ്റ് ചെയ്തോളൂ. അയ്യോ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നത് മാഡത്തിനെ അല്ല. പിന്നാരെയാ? അങ്ങ് കൊച്ചിയിലെ കോള ഫാക്ടറിയുടെ രജിസ്ട്രേഡ് ഓണറെയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നത്. ഡ്യൂക്ക് എംപയർ കമ്പനിയുടെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷേ നിയമപരമായി 2 മാസം മുമ്പ് പുതുക്കിയ ഫാക്ടറിയുടെ രജിസ്ട്രേഷനിൽ മറ്റൊരു പേരാണ് കാണിച്ചിരിക്കുന്നത്. ആരുടെ പേര്? കാവ്യ ആദർശ്. എനിക്ക് കാവ്യയെ അറസ്റ്റ് ചെയ്യണം. ആരാത്? ഞാനാണ്. അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ പേരിൽ നടപടിയെടുക്കാം. അതിന് വകുപ്പില്ലല്ലോ മേഡം. പ്രതി ഞാനാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. കാവ്യ, നീ പോലും അറിയാത്തൊരു കാര്യത്തിന് എന്തിനു ശിക്ഷിക്കപ്പെടുന്നേ? ആന്റിക്ക് പകരം ഞാൻ പോകുന്നു. ആന്റിക്ക് അറിയായിരുന്നല്ലേ, പിന്നെന്തിനാ മറച്ചു വെച്ചത്? അമ്മ എന്ത് നേരത്തെ പറയാതെ? വരൂ. അയ്യോ വേണ്ട, കാവ്യ കൊണ്ടുപോകല്ലേ പ്ലീസ് സർ. സർ പ്ലീസ്, കാവ്യ കൊണ്ടുപോകല്ലേ സർ പ്ലീസ് സർ. കാവ്യ. അപ്പോ എന്റെ ഇവിടുത്തെ ഡ്യൂട്ടികൾ കാവ്യ സർ. കാവ്യ സർ. കാവ്യ സർ പ്ലീസ് സർ, കാവ്യ കൊണ്ടുപോവല്ല. കാവ്യ പറ, കാവ്യ നീ അല്ല ചെയ്തത് സർ പ്ലീസ്. കാവ്യ പറ, കാവ്യ. കാവ്യ സർ പ്ലീസ് സർ. സർ പോലെ. കാവ്യ. കാവ്യ. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. വലിയ മീനിനെ പിടിക്കാൻ പോയിട്ട് ചെറിയ മീനാ വലയിലായത്. കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. സുഹാസിനി മേഡം രജിസ്ട്രേഷൻ പുതുക്കിയത് മരുമോളുടെ പേരിലാണെന്ന് അവസാന നിമിഷമല്ലേ മനസ്സിലായത്? മരുമോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ കുടുംബത്തിന് ചെറിയൊരു ഷോക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് അർഹമായ സമ്മാനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്റെ മനസ്സ് നിറയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മതി, അത് മതി. സുഹാസിനിക്കും കാവ്യയുടെ കൂട്ടുകാരിക്കും ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണിത്. പ്രിയപ്പെട്ടവർക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോഴേ കൂടെ നിൽക്കുന്നവർക്ക് വേദനിക്കും. ആ വേദന അവരാസ്വദിച്ച് അനുഭവിക്കട്ടെ. ഓ, ആയിക്കോട്ടെ. ശരി, കാണാം. മാഡം, കൊച്ചിയിലെ ഫ്ലാറ്റിന്റെ രജിസ്ട്രേഷൻ മാഡത്തിന്റെ പേരിലാണെന്ന് കരുതി മാഡത്തിനെ സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ അത് കാവ്യയുടെ പേരിലാണെന്ന് അവരറിഞ്ഞിരുന്നില്ല. അതിന്റെ പേരിൽ
ഈ കുടുംബത്തിലെ ആരെ പോലീസ് അറസ്റ്റ് ചെയ്താലും അത് നമുക്ക് നാണക്കേടല്ലേ? ഇത് ആരുടെ ഗെയിമാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം മാഡം. ആദ്യം കാവ്യ ജാമ്യത്തിൽ ഇറങ്ങട്ടെ, അതിനുശേഷം മതി മറ്റെല്ലാ അന്വേഷണവും. അമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. നീ അഡ്വക്കേറ്റുമായി സംസാരിച്ചോ? ആ, സംസാരിച്ചു. ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാവുന്ന കേസാണെന്ന് പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് CI കണ്ട് സംസാരിക്കട്ടെ. ഞാനും വരണോ സർ? ഏയ് വേണ്ട, ഷംനാഥ് നേരെ ഓഫീസിലേക്ക് പോയിക്കോ. ശരി സർ. ശരി മാഡം, ഞാൻ അങ്ങോട്ട്. ഞാൻ ഇപ്പൊ തന്നെ കാവ്യയെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാം. കാവ്യയുടെ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷനും വേണ്ട. ആദ്യേട്ടാ, ഞാനും വരാം. എല്ലാരും കൂടെ സ്റ്റേഷനിലേക്ക് പോയിട്ടെന്താ, നീ ഇവിടെ നിൽക്ക. ഞാൻ കാവ്യം കൊണ്ടേ വരൂ. കാവ്യയെ ട്രാപ്പിൽ പെടുത്താൻ ആന്റി മനഃപൂർവ്വം കൊച്ചിയിലെ കമ്പനി കാവ്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതാ. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ? അഞ്ജലി, ഞാൻ മനഃപൂർവ്വം കാവ്യയെ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നോ? അതെ, അതിനു വേണ്ടി തന്നെയാ അവള് പോലും അറിയാതെ രജിസ്ട്രേഷൻ അവളുടെ പേരിലേക്ക് മാറ്റിയത്. അഞ്ജലി, നീ എന്തൊക്കെയായി പറയുന്നത്? കാവ്യയോട് ഞാനെന്തിനിങ്ങനെ ചെയ്യണം? നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് കാവ്യയോട് എന്തോ വിരോധമുണ്ട്. എനിക്ക് കാവ്യയോട് എന്ത് വിരോധം? അഞ്ജലി, ചേച്ചി കാവ്യയോട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. വിരോധമുണ്ട്. ഓഫീസിൽ വെച്ച് കാവ്യയെ ഗെറ്റ് ഔട്ട് പറഞ്ഞ് എല്ലാ സ്റ്റാഫിന്റെയും മുന്നിൽ വെച്ച് കാവ്യയോട് മാപ്പ് പറയേണ്ടി വന്നതിന്റെ പക ആന്റിയുടെ ഉള്ളിലുണ്ട്. കാവ്യയോടുള്ള ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആന്റി തന്നെ ചെയ്ത പണി ചെയ്തു. അഞ്ജലി, ഞാൻ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ അത് ചെയ്തു, കാരണം നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് ക്രൂരോ. അഞ്ജലി, നിർത്ത്. നീ ഓവറാവുന്നുണ്ട്. ഞാൻ ഓവറായ നിനക്കെന്താ? അഞ്ജലി പ്ലീസ്. ദേ, നീ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. നിന്റെ അമ്മയെ നിന്നേക്കാൾ നല്ലോണം എനിക്കറിയാം. എടി, എന്റെ അമ്മയെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാ നീ എന്ത് ചെയ്യും? എന്നെ തല്ലുവോ? നിന്റെ അമ്മയെന്നല്ല, എന്റെ കാവ്യയെ ചതിക്കാൻ ശ്രമിച്ചാൽ ആരായാലും ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ എന്റെ കാവ്യക്ക് എന്തെങ്കിലും സംഭവിച്ചാ അഞ്ജലി എന്തായി തീരുമെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ ഞാനും. എന്റെ അമ്മയെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിയ ഞാനും അത് കേട്ട് നിൽക്കില്ല. നിനക്ക് നിന്റെ കൂട്ടുകാരി വലുതാണെങ്കിൽ എനിക്ക് എന്റെ അമ്മയും വലുതാ. അമ്മയെ പറ്റി ഇനി നീ എന്തെങ്കിലും പറഞ്ഞ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന? അഞ്ജലി, ഇങ്ങ് വന്നേ. നീ വാ. കാവ്യ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആരെയും ഞാൻ വെറുതെ വിടില്ല. എന്നോടല്ലേ വരാൻ പറഞ്ഞു? അഞ്ജലി പറയുന്നത്. അഞ്ജലിക്ക് നേരെ കൈ ഉയർത്തരുതായിരുന്നു. എന്നാലും നിങ്ങളുടെ കമ്പനി കുടിക്കുന്ന വെള്ളത്തിലാണല്ലോ മായം കലക്കിയത്. എല്ലാരും കാശ് കൊടുത്ത് വിശ്വസിച്ച് വാങ്ങി കുടിക്കുന്ന വെള്ളത്തില് മായം ചേർക്കുന്നവരോട് നിയമം ഒരു ദയാദാക്ഷിണ്യവും കാട്ടില്ല. ഞാനും എന്റെ മോളും അത് വാങ്ങി കുടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കേസിൽ നിന്ന് എളുപ്പത്തിൽ അങ്ങനെ ഊരി പോരാമെന്ന് വിചാരിക്കണ്ട. സാർ, ആരാടോ ഇവൻ? ഈ കുട്ടിയുടെ ഹസ്ബൻഡാ. ഓഹോ, എന്ന് വെച്ചാൽ ഡ്യൂക്ക് എംപയറിന്റെ MD സുഹാസിനി ശങ്കറിന്റെ മകൻ. എന്താ പേര്? ആദർശ്. വൈഫിനെ കാണാൻ വന്നതാണോ? സർ, ഞാൻ വെറുതെ കാണാൻ വന്നതല്ല, കാവ്യയെ ജാമ്യത്തിലെടുക്കാൻ കൂടിയാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ ആളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വകുപ്പ് ഇത്തിരി സ്ട്രോങ് ആ. അതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കേണ്ടി വരും. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. മജിസ്ട്രേറ്റ് ഫാമിലിക്കൊപ്പം ടൂറിലാണ്. നാളെ വരൂ.
അതുകൊണ്ട് ഇന്നൊരു ദിവസം ഭാര്യ സ്റ്റേഷനിൽ കഴിയട്ടെ. നാളെ രാവിലെ ജാമ്യത്തിൽ ഇറക്കാവുന്നു. അത് പറ്റില്ലല്ലോ സർ. ഇന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കണം. കമ്പനിയുടെ പേരിൽ നിങ്ങൾക്ക് കേസെടുക്കാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ആരോപണം സത്യമാണോ എന്ന് തെളിയുന്നതുവരെ കമ്പനിയുടെ ചെയർപേഴ്സൺ കൂടിയായ കാവ്യയെ കസ്റ്റഡിയിൽ വെക്കുന്നത് ന്യായമല്ല. താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. ഇതുപോലെയുള്ള അന്യായങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ പഠിപ്പിക്കേണ്ടി വരും സർ. കമ്പനിയുടെ വളർച്ചയിൽ ആർക്കോ ഉണ്ടായ പേഴ്സണൽ ജലസിയുടെ പേരിൽ ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ ആരോപണം മാത്രമാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്റെ ഭാര്യയെ എനിക്ക് വിട്ടുകിട്ടണം. അത് നടക്കില്ല. ശരി, നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. അത് തന്റെ മിടുക്ക് പോലെ ഇരിക്കും. കാവ്യ, നീ ടെൻഷൻ അടിക്കാതിരിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. അഞ്ജലി, മോള് വന്ന് എന്തെങ്കിലും കഴിക്കേ. ആന്റി എന്തായി പറയുന്നത്? കാവ്യ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ അവള് തിരിച്ചു വരാതെ ഒരു തുള്ളി വെള്ളം ഇറക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഭയങ്കര ധൈര്യശാലിയൊന്നും അല്ല അവള്. പോലീസിനെ കണ്ടപ്പോ പേടിച്ചു വിറച്ചു കാണും. പഠിക്കുമ്പോഴേ പോലീസിനെ കണ്ട അവക്ക് ഭയങ്കര പേടിയാ. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. അവക്കത് പറ്റില്ല ആന്റി. ആദ്യ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവൻ അവളെയും കൂട്ടി വരും. എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരില അവളെ പോലീസുകാർ കൊണ്ടുപോയത്? ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. മനസ്സ് മുഴുവൻ അവളാ. അവളുടെ മനസ്സ് നൊന്താ എന്റെ നിയന്ത്രണം വിട്ടുപോകും. ആന്റി, ആന്റി ചെന്ന വാതിൽ നടക്കോ? എനിക്കിപ്പോ ആരെയും കാണണ്ട. എന്റെ കാവ്യ മാത്രം കണ്ടാ മതി. അബി, മോനിങ് വന്നേ. എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട. ഒരു ദിവസം പോലും എന്റെ മോൾ പോലീസ് സ്റ്റേഷനിൽ കഴിയാൻ പാടില്ല. അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. നീ നല്ലതിനു വേണ്ടി ചെയ്യുന്നതെല്ലാം ഒടുക്കം നിനക്ക് വിനയായി തീരുകയാണല്ലോ സുഹാസിനി. നീ എത്രയും പെട്ടെന്ന് കാവ്യ സ്റ്റേഷനിൽ നിന്ന് ഇറക്കില്ലെങ്കിൽ സ്വാമിനി പറഞ്ഞ പോലെ ഈ ഒറ്റ കാരണം മതി ഈ കുടുംബം തകരാൻ. ശങ്കരന്റെ മുന്നറിയിപ്പും ഉപദേശമൊന്നും എനിക്ക് വേണ്ട. കാവ്യയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാന്ന് വീരവാദവും പറഞ്ഞു ഇവിടുന്ന് പോയതാണല്ലോ. എന്നിട്ട് എന്തായി? ശങ്കർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി അറിയാതെ തിരിച്ചു വന്നതാണോ? അല്ല, ഞാനിപ്പോ വിചാരിച്ചാലും കാവ്യയെ ഈ നിമിഷം ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ സുഹാസിനി എന്നോട് ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ടാൽ കാവ്യയെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. എന്താ വേണോ? ഇതുപോലുള്ള സിറ്റുവേഷനിലെങ്കിലും ഈഗോ ഒഴിവാക്കി എന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്റെ മകന്റെ ഭാര്യയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഞാൻ ആരോടൊക്കെ റിക്വസ്റ്റ് ചെയ്താലും ശങ്കരനോട് ആവശ്യപ്പെടില്ല. ഇക്കാര്യത്തിലെന്നല്ല, ഇതിലും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും മരണം വരെ ശങ്കരന്റെ ഒരു സഹായവും ഈ സുഹാസിനി ആവശ്യപ്പെടില്ല. ചായ എനിക്ക് വേണ്ട. വേണമെങ്കിൽ വാങ്ങി കുടിച്ചോ. ചായ വേണോന്ന് പറയുമ്പോ വാങ്ങി തരാൻ ഇവിടെ ആളുണ്ടാവില്ല. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. വേണമെങ്കിൽ കുടി. ഭാര്യയും ഭർത്താവും ഇരിക്കുന്നത് കണ്ടാലേ കാറ്റ് കൊള്ളാൻ പാർക്കിൽ പോയിരിക്കുവാണെന്ന് തോന്നുമല്ലോ.
കോൺസ്റ്റബിൾ, ഇവളെ ആ സെല്ലി കൊണ്ടുപോയിട്. കൂടുതൽ ഇളവ് കൊടുത്താ പിന്നെ എനിക്ക് പണിയാവും. വേണ്ട സർ, സെല്ലിലേക്ക് മാറ്റണ്ട. ഞങ്ങള് ഇവിടെ നിന്നോളാം. ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ അയാളെ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. സർ, സാറിനെയും സാറിന്റെ അധികാരം ഉപയോഗിച്ച് ആരോ ഞങ്ങളെ മനഃപൂർവ്വം അപമാനിക്കുകയാണെന്നറിയാം. ദ്രോഹിക്കരുത് സർ. അവര് തരുന്നതിന്റെ ഇരട്ടി കാശ് ഞാൻ തരാം. ആണോ? എന്തു ചെയ്യാം? ഇനിയിപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. കൊണ്ടുപോയിവിടെ. സർ, വേണ്ട. ഇത് മര്യാദക്കേടാ. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. എന്നാലും കാവ്യ ലോക്കപ്പിലിടരുത്. എന്തോന്നാ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? വാ നടക്ക്. കാവ്യ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എവിടെയും പോവില്ല. നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകും. കൊണ്ടുപോകാൻ ഇവിടെ നടക്കണ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. ആന്റി, എന്താ അഭി? ഇത് അഞ്ജലിക്കുള്ള ഫുഡാ. അവളിന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ആന്റി ഇത് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് കഴിപ്പിക്കണം. പെട്ടെന്ന് കൊടുക്കണം. ഫുഡൊന്നും കഴിക്കാതെ ബോഡി വീക്കായ പല അസുഖങ്ങളും വരും. ആന്റി എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. ഞാൻ ശ്രമിക്കാം. ആന്റി വിചാരിച്ചാൽ നടക്കും. ചെല്ല്. ആന്റി നിക്ക്. എന്താ? ആന്റിയുടെ കഴുത്തിന്ന് തല പോയാലും ഈ ഫുഡ് ഞാൻ കൊണ്ടുവന്നാണെന്ന് പറയരുത്. ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ അവൾ അപ്പൊ ഇത് വലിച്ചെറിയും. അത് എന്നോടുള്ള വെറുപ്പുകൊണ്ടല്ല, ഒരുതരം ഭീകര ഇഷ്ടം കൊണ്ടാ. ഇത് കഴിക്കാം അഞ്ജലി. എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞില്ല ആന്റി. കാവ്യ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. കുറച്ചെന്തെങ്കിലും കഴിക്കാം അഞ്ജലി. ഇക്കാര്യത്തിൽ ആന്റി എന്നെ നിർബന്ധിക്കരുത്. അഞ്ജലിയാണല്ലോ. എന്താ ഇപ്പൊ അവളോട് പറയാ? ഹലോ ആദ്യേട്ടാ, കാവ്യ എവിടെ നിന്ന് വിട്ടോ? അഞ്ജലി, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം അഞ്ജലി. അയ്യോ ആദ്യേട്ടാ, ഫോൺ വെക്കല്ലേ പ്ലീസ്. ഫോൺ ഒന്ന് കാവ്യക്ക് കൊടുക്കാമോ? അഞ്ജലി, ഞാനിപ്പോ വിളിക്കാം. ഹലോ ആദർശേട്ടാ. ഹലോ ഹലോ. മോളെ, ആദ്യം എന്താ പറഞ്ഞേ? ആരും ഒന്നും വിട്ടു പറയുന്നില്ല. നമ്മളെ ആശ്വസിപ്പിക്കാൻ ഓരോരോ കള്ളത്തരങ്ങൾ പറയുക. ആദ്യേട്ടന്റെ സംസാരത്തിൽ നല്ല ടെൻഷനുണ്ട്. എന്നുവെച്ചാ കാവ്യക്ക് ജാമ്യം കിട്ടിയില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അവളില്ലാത്ത ഈ വീട്ടില് ഞാൻ എന്തിനു നിൽക്കുന്നേ? നീ എങ്ങോട്ടായി പോകുന്നേ? നിക്കേ. ഞാൻ കാവ്യയുടെ അടുത്ത് പോവാ ആന്റി. മോളിപ്പോ എവിടെയും പോകണ്ട. എനിക്ക് കാവ്യ നേരിട്ട് കാണണം. കണ്ടാലേ മനസ്സമാധാനം കിട്ടൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക് അഞ്ജലി. പ്ലീസ് ആന്റി, എന്നെ വിട്. പറഞ്ഞാലും കേക്കില്ലെന്ന് പറഞ്ഞാ എന്താ ചെയ്യാ? എനിക്ക് കാവ്യയുടെ അടുത്ത് പോണം. അമ്മയ്ക്ക് ഇത്രയും സ്വാധീനം ഉണ്ടായിട്ടും കാവ്യ ജാമ്യത്തിലിറക്കാൻ എന്താ പറ്റാത്തത്? അമ്മ വേണ്ടെന്ന് വെച്ചിട്ടാണോ? മിണ്ടിപ്പോവരുത്. നീയും അവളെ പോലെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങുക. കാവ്യെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുതൽ
ഞാൻ ഇനി ഒരിടത്തും വിളിക്കാൻ ബാക്കിയില്ല. സമയദോഷം കൊണ്ടാണോ എന്നറിയില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. മിനിസ്റ്ററെ വിളിച്ചപ്പോ അദ്ദേഹം CM-ന്റെ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഒടുക്കം MLA വിളിച്ചു. അയാള് വേണ്ടതൊക്കെ ചെയ്യാന്ന് പറയുന്നതല്ലാതെ അയാളുടെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ എല്ലാ ചാൻസസും ബ്ലോക്ക് ചെയ്ത് ആരോ എനിക്കെതിരെ കരുക്കൾ നീക്കുക. അഞ്ജലി നിക്കേ, നീ ഇപ്പൊ എങ്ങോട്ടും പോവണ്ട. ആദ്യം പോയിട്ടില്ലേ, അവൻ കാവ്യം കൊണ്ടേ വരൂ. ആദ്യേട്ടനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. കാവ്യക്ക് ജാമ്യം കിട്ടിയിട്ടില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എന്ന് നീയാണോ തീരുമാനിക്കേണ്ടത്? ഇല്ല, ഞാനൊന്നും തീരുമാനിക്കുന്നില്ല. ആന്റിക്ക് അവളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റുമോ? ആന്റി എന്താ അതിന് മറുപടി തരാത്ത? ആദ്യം അവളെ ജാമ്യത്തിൽ ഇറക്കും എന്ന് ആന്റിക്ക് ഉറപ്പുണ്ടോ? അപ്പോ അതില് ആർക്കും ഉറപ്പില്ല അല്ലേ? എനിക്ക് ഉറപ്പുണ്ട്. ആദ്യമായിട്ടും കാവ്യം കൊണ്ടേ വരൂ. നിന്റെ വാക്കും പഴയ ചാക്കും കണക്കാ. എനിക്ക് എന്റെ കാവ്യെ കണ്ടേ പറ്റൂ. അഞ്ജലി, അഞ്ജലി അവിടെ നിക്ക്. അഞ്ജലി, നീ എങ്ങോട്ടായി പോകുന്നേ? ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നേ. ഞാൻ പോയി കാവ്യെ ഇറക്കിക്കൊണ്ടുവരും. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാനും അവളോടൊപ്പം സ്റ്റേഷനിൽ കഴിയും. അഞ്ജലി, അവളെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ആന്റി. അവളെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളില്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. മോളിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കണം കേട്ടല്ലോ. ശരി സാർ. അഞ്ജു, അയ്യേ നീ കരയുന്നോ? ഇത്തരം സമയത്ത് എന്നെക്കാൾ മനക്കരുത്ത് നിനക്കാണല്ലോ. അഞ്ജു, നീ ഇങ്ങനെ ലോക്കപ്പ് കാണുമ്പോഴേ കരയാൻ തുടങ്ങിയാലേ മറ്റുള്ളവരെ കളിയാക്കും കേട്ടോ. ലോക്കപ്പ് കണ്ടിട്ടല്ല, ലോക്കപ്പ് നിൽക്കുന്ന നിന്നെ കണ്ട ഈ അഞ്ജുവിനെ സഹിക്കാൻ പറ്റോ? നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മോളെ. ഏയ്, എനിക്കൊരു പ്രശ്നമില്ല. നിനക്ക് പ്രശ്നമില്ലെങ്കിലും എനിക്ക് പ്രശ്നമുണ്ട്. ഞാനാണ് ലോക്കപ്പിലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അയ്യേ, നീ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ദേ നോക്ക്, ഞാനും ആദ്യേട്ടനും കൂടി ഒരു ടൂറിന് വന്നു മാത്രമേ ഞാനിപ്പോ വിചാരിക്കുന്നുള്ളൂ. എനിക്ക് ഒരു വിഷമവും ഇല്ല. അതൊക്കെ നീ പുറത്ത് പറയുന്നതാന്ന് എനിക്കറിയാം. നിന്റെ ഉള്ളിൽ ഇപ്പൊ ശരിക്കും വേദനിക്കുന്നുണ്ടാവും. ഏയ്, അങ്ങനൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കെ. എന്നിട്ട് എന്ത് പ്രശ്നം വരുമ്പോഴും അതിനെ നേരിടാൻ ഉരുക്കുമല പോലെ നിക്കില്ലേ, അങ്ങനെ നിക്ക്. ഒരു ആരോപണം വരുമ്പോഴേക്കും കമ്പനിയുടെ ചെയർപേഴ്സണെ പിടിച്ച് ലോക്കപ്പിലിടാൻ ഇവിടുത്തെ ലോക്കൽ പോലീസിന് ആരും അധികാരം കൊടുത്തത്? ആദ്യം അതറിയണമല്ലോ. അഞ്ജു,